വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഇനി മുതൽ ഇ-സൈൻ നിർബന്ധമാണെന്ന് നിങ്ങൾ അറിഞ്ഞോ? എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നോക്കിയാലോ? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലും ആപ്പും വഴി ഇനി ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനാണ് ഇ-സൈൻ നിർബന്ധമാക്കിയിരിക്കുന്നത്. ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയോ പേര് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരുത്തൽ വരുത്തുകയോ ചെയ്യണമെങ്കിൽ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ ഉപയോഗിക്കണമെന്നും നിബന്ധനയുണ്ട്. മുൻപ് ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കാനും തിരുത്തലിനുമൊക്കെ തിരിച്ചറിയൽ കാർഡിലെ നമ്പറുമായി ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ബന്ധിപ്പിച്ചാൽ മതിയായിരുന്നു. കൃത്യമായ ഫോൺ നമ്പർ എല്ലാവരും ചേർക്കാത്തത് കൊണ്ട് ഫോൺ നമ്പർ സംബന്ധിച്ച പരിശോധന ഇല്ലാത്ത സാഹചര്യമാണ് മുന്നോട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് വ്യാപകമായ ക്രമക്കേട് നടക്കുകയും കർണാടകയിലെ അലൻ മണ്ഡലത്തിൽ ഇത്തരത്തിൽ 6000-ലധികം പേരുകൾ നീക്കം ചെയ്തിരുന്നതായി രാഹുൽ ഗാന്ധി ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തടയുന്നതിന് പുതിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടർ പട്ടിക തിരുത്താനുള്ള അപേക്ഷകർ ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് അഥവാ CDAC നിർമ്മിച്ച വെബ്സൈറ്റിലേക്കാണ് എൻ്റർ ചെയ്യുക. CDAC വെബ്സൈറ്റിൽ അപേക്ഷകർ അവരുടെ ആധാർ നമ്പർ നൽകണം. OTP ആധാർ നമ്പറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറിലേക്ക് വരും. ഇങ്ങനെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അപേക്ഷകനെ ECI നെറ്റ് പോർട്ടലിലേക്ക് മാറ്റും. അവിടെ ഫോം സമർപ്പിക്കാൻ കഴിയും. വോട്ടർ ഐഡിക്കായി എങ്ങനെ അപേക്ഷിക്കാം എന്നുകൂടി നോക്കാം. വോട്ടവകാശമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡാണ് വോട്ടർ ID എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വോട്ടർ ഐഡിക്ക് ഓൺലൈനായും നേരിട്ടും അപേക്ഷിക്കാം. തിരിച്ചറിയൽ രേഖ, അഡ്രസ് പ്രൂഫ്, ജനനത്തീയതി തെളിയിക്കുന്ന രേഖ, ഫോട്ടോ എന്നിവയാണ് ഇതിനായി വേണ്ടത്. രേഖകൾ കയ്യിൽ വെച്ച ശേഷം നാഷണൽ വോട്ടേഴ്സ് സർവീസസ് പോർട്ടൽ സന്ദർശിക്കുക. voters.eci.gov.in എന്നാണ് സൈറ്റിന്റെ URL. ഹോം പേജിന്റെ മുകളിൽ വലതുവശത്തുള്ള സൈൻ അപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ക്യാപ്ച കോഡ് എന്നിവ നൽകി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പാസ്വേഡ്, കൺഫേം പാസ്വേഡ് എന്നിവ നൽകി റിക്വസ്റ്റ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും അയച്ച OTP നൽകി വെരിഫൈ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, പാസ്വേഡ്, ക്യാപ്ച എന്നിവ നൽകി വോട്ടേഴ്സ് സർവീസസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം റിക്വസ്റ്റ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന OTP നൽകി വെരിഫൈ ആൻഡ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ടേഴ്സ് എന്നതിന് കീഴിലുള്ള ഫിൽ ഫോം 6 ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേര്, ബന്ധുക്കളുടെ വിവരങ്ങൾ, കോണ്ടാക്ട് വിവരങ്ങൾ, ആധാർ വിവരങ്ങൾ, ജനന തീയതി, വിലാസം, ഡിക്ലറേഷൻ എന്നിവ ഉൾപ്പെടെ ഫോം 6-ൽ എല്ലാ വിശദാംശങ്ങളും നൽകുക. ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നൽകിയിട്ടുള്ള വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ച് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള മാർഗം. സെമി ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്നതാണ് അടുത്തതായി പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിച്ച് ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ടേഴ്സ് എന്നതിന് കീഴിലുള്ള ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫോം 6 ഡൗൺലോഡ് ചെയ്യുക. ഇതിന്റെ പ്രിന്റ് എടുക്കുക. ഫോം 6-ൽ ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് ഒപ്പം ഫോട്ടോയും നേരത്തെ പറഞ്ഞ രേഖകളും അടുത്തുള്ള ഇലക്ഷൻ ഓഫീസിൽ സമർപ്പിക്കുക. ഇങ്ങനെയാണ് സെമി ഓൺലൈനായി വോട്ടർ ഐഡിക്ക് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഏകദേശം 30 ദിവസത്തിനുള്ളിൽ വോട്ടർ ID ലഭിക്കും. എന്തെങ്കിലും കാരണവശാൽ കിട്ടാൻ വൈകുകയാണെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസിൽ നേരിട്ട് പോയി അന്വേഷിക്കുക. വോട്ടർ ID കാർഡിൽ ഒരുപാട് വിവരങ്ങൾ ഉണ്ടാകും. ഒരു പ്രത്യേക സീരിയൽ നമ്പർ, കാർഡുടമയുടെ ഫോട്ടോ, കാർഡിന്റെ സുരക്ഷ ഉറപ്പാക്കാനായി സംസ്ഥാനത്തിന്റെയോ ദേശീയ ചിഹ്നത്തിന്റെയോ ഹോളോഗ്രാം, കാർഡുടമയുടെ പൂർണ്ണമായ പേര്, പിതാവിന്റെ പേര്, ജെൻഡർ, ജനന തീയതി, സ്ഥിരമായ മേൽവിലാസം, ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയുടെ ഒപ്പ് എന്നിവയാണ് വോട്ടർ IDയിലെ പ്രധാന വിവരങ്ങൾ. ഇവയെല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന കാർഡിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. നിങ്ങളുടെ വോട്ടർ ID വ്യാജമാണെന്ന് സംശയം തോന്നിയാൽ അത് പരിശോധിക്കാനും സാധിക്കും. അതിനായി വോട്ടർ ID നമ്പർ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ ഉടൻ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം 24/7 ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.